ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇട്ടേക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാഗ് കളക്ഷനാണ്. എൻ്റെ ബാഗ് കളക്ഷൻ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അധികമൊന്നുമില്ല കേട്ടോ. എനിക്ക് ബാഗ് എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അതാദ്യം ഫസ്റ്റ് പറയാമല്ലോ. എൻ്റെ ഫസ്റ്റ് ബാഗ് എന്ന് വെച്ചാൽ ഡയപ്പർ ബാഗാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബാഗ് കളക്ഷൻ ഏറ്റവും വില കൂടിയ ബാഗ് എന്ന് പറയുന്നത് ഡയപ്പർ ബാഗാണ്. കാരണം ഡയപ്പർ ബാഗ് ആയതുകൊണ്ടാണ് വില കൂടുതൽ. 799 രൂപയ്ക്ക് ഞാനാണ് വാങ്ങിച്ച ബാഗാണിത്. അതിനകത്ത് ഫസ്റ്റ് റോ തുറക്കുമ്പോഴേക്കും നമ്മളെ ഫീഡിങ് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് 3 ഉറകളായിട്ട്, പിന്നെ ബാക്കി അല്ലാതെ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ അതിനകത്തോട്ട്. അപ്പോൾ ഫസ്റ്റ് ഉറയ്ക്കകത്ത് അതാണ് നമ്മളിത്. പിന്നെ രണ്ടാമത് വലിയ ഉറയ്ക്കകത്ത് ഇതിപ്പോൾ ഞാൻ തുറക്കുമ്പോഴേക്കും സ്റ്റക്കായി നിൽക്കുന്നതാണ്. കണ്ടോ, ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് കേട്ടോ. ശരി. അങ്ങനെ തുറന്ന ശേഷം അതും ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ ഈ ഡയപ്പർ വെക്കാനൊക്കെ സെപ്പറേറ്റ് സ്പേസൊക്കെ ഉള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇനി ഡയപ്പർ ബാഗ് എന്ന് പറയുന്നത്. അങ്ങനെ കൊച്ചിൻ്റെ ആവശ്യമായ കുറച്ച് തുണികളൊക്കെ വെക്കാൻ നമുക്ക് നല്ല സ്പേസുള്ള അതാണ്. അതിൻ്റെ ഞാൻ ഇതെടുക്കാൻ കാരണം എനിക്ക് ഈ കളർഫുൾ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, പൂച്ചയും ഒക്കെയുള്ള ടൈപ്പ്, അല്ല പ്ലെയിൻ ആയിട്ടുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. ഇങ്ങനെ കളർഫുള്ളായിരിക്കണം. കൊച്ചുങ്ങൾ കൊണ്ടുവന്ന ബാഗില്ലേ, അതുപോലത്തെ ആയിരിക്കണം. നല്ല ബാഗാണ്. 799 രൂപയാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ എൻ്റെ മുത്ത് ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാഗാണ് കേട്ടോ. ഇത് തുണിയാണ്. നമ്മളിപ്പോൾ എത്ര സാധനങ്ങൾ നമ്മളിതിനകത്ത് ഇട്ടാലും നമുക്ക് അധികം നല്ല സ്പേസുള്ള ബാഗാണ്. എത്ര സാധനം ഇട്ടാലും നമ്മുടെ ശരീരത്തോട് ഒതുങ്ങി കിടക്കുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത്. ഇതിനകത്ത് അകത്തൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ മൊബൈൽ വെക്കുന്ന വേണ്ടി 2 സ്പേസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒറ്റ ഇതായിട്ട് ബാഗിനകത്ത് ഒറ്റ ഉറയാണ്. ആ ഉറയ്ക്കകത്താണ് നമ്മൾ എല്ലാ സാധനങ്ങളും വെക്കുന്നത്. പക്ഷേ എല്ലാ സാധനങ്ങളും വെച്ചാൽ എന്ത് രസമാണെന്നറിയാം. മറ്റേ ഒതുങ്ങി കിടക്കുക തുണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷേ ഈ ബാഗിൻ്റെ വില കേട്ടാൽ 260 രൂപയുള്ളൂ ബാഗ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബാഗ് കേട്ടോ. നല്ല ബാഗാണ്. എല്ലാവരും ഇഷ്ടമുള്ളവർ, ഇങ്ങനത്തെ ബാഗ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും വാങ്ങണം കേട്ടോ. 260 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഇട്ട് തരാം വേണ്ടവർക്ക് മാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബാഗ്. അങ്ങനെ അത് കഴിഞ്ഞുള്ള ബാഗാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ബാഗല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ജംഗ്ഷനിൽ ഇവിടെ നിന്ന് മേടിച്ചാണ്. ഈ ബംഗാളികൾക്ക് വിടത്തില്ലേ, അങ്ങനത്തെ അവിടെ നിന്ന് മേടിച്ച ബാഗാണിത്. ഇതിപ്പോൾ 2 സ്പേസാണുള്ളത്. ഇത് തുണിയുടെ സൈഡ് തുണിയൊക്കെയാണ്, പക്ഷെ എന്നാലും ഒരു കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ബാഗിന്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ബാഗാണ്. 250 രൂപ പറഞ്ഞ് അങ്ങനെ 150 രൂപയ്ക്ക് വില പേശി മേടിച്ച ബാഗാണ് ഇത്. 150 രൂപയ്ക്ക് നല്ല ബാഗാണ് കേട്ടോ. കേട്ടോ, അങ്ങനെ 3 ഉറയാണുള്ളത്. 2 അകത്തും വെളിയിൽ ഒരെണ്ണം കോയിനും ഒക്കെ ഇടാൻ പറ്റിയ ചെറിയൊരു ഉറ. ഇതും എനിക്ക് ഇഷ്ടപ്പെടാം. കണ്ടോ, കളർഫുൾ ബാഗുകൾ എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ കളർഫുൾ ബാഗിനോട്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ്. ഇതും ഒരു ഇഷ്ടപ്പെട്ട ഒരു ബാഗ് തന്നെയാണ്. ഫസ്റ്റ് ആദ്യത്തേക്കാളും ഇഷ്ടപ്പെട്ടല്ല, ആദ്യമാണ് ഫസ്റ്റാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാഗാണ്. ഇതിൻ്റെ വില കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇത് 59 രൂപയ്ക്ക് മേടിച്ച ബാഗാണിത്. 59 രൂപ. ഇത് എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ചതാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ വെളിയിൽ പോകുമ്പോഴേക്കും ഒരു മൊബൈലും പിന്നെ പേഴ്സൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഈ ബാഗ് കൊള്ളാം. പക്ഷേ ഇങ്ങനെ കണ്ടോ, ഞാൻ വള്ളി കാണിച്ചതാണ് അതിൻ്റെ. അത് വള്ളി അധികം വെയിറ്റുള്ള സാധനമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം മൊബൈലൊക്കെ വെക്കാൻ വേണ്ടി മാത്രം പറ്റിയൊരു ബാഗാണിത്. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ബാഗ്, കുഴപ്പമില്ല. 59 രൂപയ്ക്ക് പിന്നെ എന്തോ സ്വർണ്ണം പൂശിയ ബാഗൊന്നും കിട്ടത്തില്ല നമുക്ക്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. ഇതെന്ന് വെച്ചാൽ 280 രൂപയ്ക്ക് മേടിച്ച ബാഗ്. അത് ഇപ്പം മേടിച്ചിട്ടിപ്പോൾ 1 വർഷത്തോളം 1.5 വർഷത്തോളം കണ്ടായി മേടിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ഹാൻഡിലുണ്ടോ ആ ബാഗിൻ്റെ വള്ളി, അത് തന്നെ വള്ളിയാണെങ്കിൽ നല്ല വെയിറ്റ്, നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത് താങ്ങിക്കോളും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ ഇതിന് 2 ഉറയാണ്. ഫസ്റ്റ് ഉറയിൽ നല്ല സ്പേസ് ഉള്ളതാണ്. നല്ല സ്പേസ് എന്ന് വെച്ചാൽ അധികം സാധനങ്ങളൊക്കെ, അധികമല്ല പക്ഷേ ഒത്തിരി സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന സ്പേസാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് തപ്പിപ്പിടിച്ചെടുക്കുമൊന്നും വേണ്ട. തുറക്കുമ്പോൾ തന്നെ എല്ലാം പല പല വഴിക്ക് കാണുന്നതുകൊണ്ട് എടുക്കാം. പിന്നെ രണ്ടാമത്തെ ഉറയെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ ഓരോറയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ വള്ളി പോയി. അതെന്താണെന്ന് വെച്ചാൽ മമ്മി കൊണ്ടുപോയായിരുന്നു, മമ്മിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയായിരുന്നു ഈ ബാഗ്. അധികം ഡ്രസ്സൊക്കെ വെച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയ ബാഗാണ്. അങ്ങനെ വന്നപ്പോൾ തിരിച്ച് ഇങ്ങനത്തെ അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നന്നാക്കാം. പക്ഷേ എനിക്കിത് കളയാൻ പറ്റില്ല. ബാഗ് നല്ല ഇഷ്ടമാണ്. പിന്നെ അടുത്ത ബാഗെന്ന് വെച്ചാൽ ഇത് ഞാൻ 3.5 വർഷം പഴക്കമുള്ള ബാഗാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കണ്ടില്ലേ തുരുമ്പടിച്ചിരിക്കുന്നത്. 3.5 വർഷം പഴക്കമുള്ള ബാഗാണ് ഇത്. ഞാനും എൻ്റെ
അനിയത്തിയും കൂടെ ഒരുപോലെ എടുത്ത ബാഗാണ്. അവൾക്ക് ഒരു ബ്രൗൺ കളറും ഞാനൊരു ആഷ് കളറും അങ്ങനെയാണ് എടുത്ത്. ഒരു 3 ഇതുപോലെ തന്നെ 3 ഉറയാണുള്ളത്. ഇത് ചെറിയ ഉറ, അകത്ത് 2 വലിയ ഉറ അങ്ങനെയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ബാഗ്. ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടം. അതായത് നമ്മുടെ ഒതുങ്ങി കിടക്കുന്ന ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടോ, തുരുമ്പടിച്ചെന്ന് കാണിച്ചു തന്നാണ് നിങ്ങളെ കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണിത്. ഇതും നമ്മുടെ ശരീരത്തോട് ഒതുങ്ങി കിടക്കുന്ന ബാഗുകൾക്കൊക്കെ നമുക്കൊരു ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അതുപോലത്തെ ഒരു ബാഗാണിത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ 230 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബാഗാണ്. ഒന്നല്ല 2 എണ്ണം 230 രൂപയ്ക്ക്. ഇത് ഒരെണ്ണം ഞാൻ എൻ്റെ നീത്തിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവളിപ്പോൾ മമ്മിയാന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ മേടിച്ച ബാഗാണിത്. ഇതും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ഒതുങ്ങി കിടക്കുന്ന ബാഗ്, ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ തന്നെ എന്തെങ്കിലും സാധനം ഇട്ടാൽ ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഒതുങ്ങി കിടക്കുന്ന ബാഗാണ് എനിക്കിഷ്ടം. അങ്ങനെ 3 ഉറയാണുള്ളത്. 2 ക്ലിപ്പ് ഉള്ള ഉറയും പിന്നെ അല്ലാതെ സിബുള്ള ഒരു ഉറയും. അങ്ങനെയാണ്. ഇത് 3 ഉറയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിറച്ച് വെച്ച് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് 230 രൂപയ്ക്ക് 2 ബാഗായിരുന്നു കേട്ടോ ഇത്. 2 ബാഗൊക്കെ കിട്ടത്തുള്ളൂ, അങ്ങനെയാണ് മേടിച്ചത് കേട്ടോ. പിന്നെ അവൻ്റെ അവസാനം എൻ്റെ ബാഗെന്ന് പറയുന്നത് ഇത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് മേടിച്ചാണ്. എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഈ 1 സൈഡ് ബാഗൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുപോകല്ലേ, അപ്പോൾ അങ്ങനത്തെ ഉള്ള ബാഗ് ഇഷ്ടമല്ല. എനിക്ക് 2 സൈഡ് ബാഗാണ് ഇഷ്ടം. അങ്ങനെ മേടിച്ചാണിത്. അതിൽ 2 ഉറയാണുള്ളത്. ഒന്ന് മൊബൈലൊക്കെ വെക്കാൻ ടൈപ്പും പിന്നെ ഒന്ന് ലഞ്ച് വെക്കാനും അങ്ങനെ വെള്ളമൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഷോവ്. ഇതിനകത്ത് വെള്ളം വെക്കാൻ പറ്റത്തില്ല, അത് വെറുതെയാണ്. അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ഉറയുള്ള ഒരു ബാഗാണ്. അങ്ങനത്തെ മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബാഗ് കളക്ഷൻ കഴിഞ്ഞു കേട്ടോ. തൽക്കാലം കഴിഞ്ഞു, ബാക്കിയെല്ലാം പോയതാണ് കേട്ടോ.